അവരവിടെ ആള് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ? ആണാണ്. ഈ പുഴയുടെ പേര് നിങ്ങൾക്ക് അറിയാലോ എന്താന്ന്? കബനിയാണ് പുഴ. കബനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ? എന്താ? ഉത്ഭവം പെടുത്തുന്നത് ഇവിടെന്ന് വെച്ചാല് ഈ വയനാട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട പുഴകൾ, മാനന്തവാടി പുഴയും മനോരം പുഴയും. ഈ മാനന്തവാടി പുഴ ഉണ്ടായിരിക്കുന്ന പറഞ്ഞാൽ ചെറിയ അരുവികൾ ചേർന്ന്, അതായത് ബാണാസുര മലകളിൽ നിന്നൊക്കെയാണ്, മലകളിൽ നിന്നാണ് പുഴയുടെ തുടക്കം. അവിടെ നിന്നുള്ള ചെറിയ അരുവികൾ ചേർന്ന് മാനന്തവാടി പുഴ ഉണ്ടായി. ലക്കിടിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളങ്ങൾ മൊത്തം ചേർന്നിട്ടാണ് മനോരം പുഴ ഉണ്ടായി. ഇവിടുന്ന് 3 കിലോമീറ്റർ മുകളിൽ വെച്ചിട്ട് ഞങ്ങളാ സ്ഥലത്തിന്റെ പേര് കൂടലക്കടവ് എന്നാ പറയുക. ഈ രണ്ട് പുഴകൾ ഇങ്ങനെ ബന്ധിക്കുന്നുണ്ട്. ഇവിടുന്ന് 3 കിലോമീറ്റർ മുകളിൽ അവിടുന്നാണ് ഈ കബനി എടുത്തത്. ഉത്ഭവം ഇവിടുന്നാണ്. ഇവിടുന്ന് ഇങ്ങനെ പോകും. ഇനി ഇത് 6 കിലോമീറ്റർ പോയാൽ ഒരു സൈഡ് കേരളവും ഒരു സൈഡ് കർണാടക. 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാവലി എന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ. അതൊക്കെ പോകുന്നത് അത് ഇതല്ലേ ഇപ്പോൾ എൻ്റെ താഴോട്ടാണ്. മെയ് മാസത്തിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ മഴക്കാലത്തേക്കാവും. പക്ഷെ ഏറ്റവും കുറയുന്ന മാസങ്ങളിൽ ഫെബ്രുവരി മാർച്ചാണ്. ഈ ഡിസംബർ ജനുവരിയിലെ കുറച്ചുകൂടെ വെള്ളമുണ്ട്. ഈ ഫെബ്രുവരിയിലാകുമ്പോൾ കുറയാൻ കാരണം വെച്ചാൽ ഈ ഞങ്ങളുടെ രണ്ടാമത്തെ പുഞ്ചകൃഷി നെൽകൃഷി തുടങ്ങും. അപ്പോഴേക്കും അതിലേക്ക് വെള്ളം അടിച്ച് കയറ്റുന്നുണ്ട്, വെള്ളം കുറയും. പിന്നെ അത് മാത്രമല്ല ചൂട് കൂടുതലല്ലേ. പിന്നെ അത് മാത്രമല്ല പച്ചക്കറി നിലയ്ക്കുന്ന എല്ലാത്തിനും ഇപ്പോൾ വെള്ളം അടിക്കുന്നത് ഇപ്പോഴേ. പക്ഷെ ഇത് കെട്ടി നിർത്തിയിട്ട് നമുക്ക് ഒരു ആവശ്യം കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് കർണാടകയ്ക്കാണ്. ഇവിടെ മഴക്കാലത്ത് ജൂൺ ജൂലൈ ഒക്കെ ഇത് അടച്ചിടും. പക്ഷെ അവിടെ ജൂൺ മാസം ലാസ്റ്റ് ആകുമ്പോൾ അവിടെ പൂക്കാർക്കും കെട്ടിന്റെ മുകളിൽ. എന്തിനാണെന്നറിയാം? വയനാട്ടിൽ മഴ പെയ്യാൻ കർണാടക അവർക്ക് വെള്ളം കിട്ടും. നമുക്കിത് സ്റ്റോർ ചെയ്ത് നിർത്താനുള്ള ഏരിയ അവരിത് ലേക്കുകളാക്കി ഓരോ കനാൽ വഴി കൊണ്ടുപോയിട്ട് ഓരോ ലേക്കുകളാക്കിയിട്ട് അതിന് വെള്ളം അടിച്ചിട്ടാണ് കൃഷി എടുക്കുന്നത്. മൈസൂരൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഇത് കൊടുക്കും. കർണാടകക്കാരെ കൃഷി നമ്മുടെ വയനാടിൽ കബനിക്ക് വെള്ളമില്ല, അവരെ കൃഷിയൊക്കെ പോകും. എല്ലാ കൃഷി അവർ ഇത് വേണം. ജലസേചന പദ്ധതികളല്ലാതെ ഗുണമുണ്ട്, ചെറുകിട ഗുണം. അതായത് ഏറ്റവും അവര് ബാണാസ് ബീച്ചർഹള്ളി ഡാം ഉണ്ട്, വലിയ ഡാം. അതിന്റെ മുകളിൽ പൂജ നടന്നവർ കേരള വയനാട്ടിൽ മഴ പെയ്യാൻ ജലപൂജ. കാവേരിച്ചൻ ചേരും. എന്നിട്ട് ഇത് സൗണ്ട് വന്നപ്പോ